എനിക്കിത് വേണം. നോക്കട്ടെ, ശരി നോക്കാം, ഞാൻ നോക്കാം. നിങ്ങൾക്ക് വർക്കുണ്ടല്ലോ, നോക്കട്ടെ ഞാൻ കേട്ടാ. എന്താണ് കാര്യം? എന്താണ്? ഒന്നുമില്ല, നമ്മള് മധുര മിക്സർ കിട്ടുമോ ചോദിച്ചു. വാങ്ങിക്കാന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ വാങ്ങിക്കാന്ന്. നമുക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തല്ലോ. ട്രൈ ചെയ്യണം, വർക്കുണ്ട്. നിനക്ക് ബ്രേക്ക് കിട്ടിയെങ്കിൽ 15 മിനിറ്റ് എടുത്തിട്ട് വാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ സക്സസ് ആയ അടിപൊളി, എനിക്ക് നോക്കാം. മധുര മിച്ചറല്ലേ? എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അല്ല, സാധനങ്ങൾ വല്ലതും ഉണ്ടോ അതിന്? ഉണ്ടല്ലോ, അവിലുണ്ട്. നമുക്ക് ആവശ്യം പഞ്ചസാര വേണം, പൊട്ടുകടല വേണം, എനിക്ക് തോന്നുന്നു നിലക്കടലയില്ല. നീ സെപ്റ്റോൾ ഓർഡർ ചെയ്യോ? ഓക്കെ, എത്ര മാത്രം മതിയാ? മതി, വേറെ ഒന്നും വേണ്ട. റെഡി, എന്നാൽ ഞാൻ സെപ്റ്റോൾ ഒന്ന് ഓർഡർ ചെയ്യാം. സാധനം കിട്ടിയാ? എന്നാവാ, കടലയും കൂടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അത് ചെയ്തു തുടങ്ങാം. സെറ്റ് ബാ. നമ്മള് വെള്ള കളർ പൊടി പോലെ ഉണ്ടാവില്ലേ? അപ്പൊ പഞ്ചസാര, ഈ പൊരികടല കുറച്ച്, പിന്നെ ഈ നിലക്കടല, പിന്നെ അവില്. ഇത്രേ ഉള്ളൂ. സാധനം കുറച്ചേ ഉള്ളൂ, കുറച്ച് സാധനം വളരെ കുറച്ചേ ഉള്ളൂ. സംഭവം പെട്ടെന്ന് ആവുകയും ചെയ്യും. ഒരു 5 മിനിറ്റിന്റെ പരിപാടി ഇത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ അതിന് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, പഞ്ചസാര കുടിച്ചു വെച്ചേക്കാം. പഞ്ചസാര കുടിച്ചു വെച്ചാൽ ആദ്യത്തെ പരിപാടി ചെയ്യും. പഞ്ചസാര എന്തിനാ സീനം? മധുര മിക്സറല്ലേ? അപ്പൊ പഞ്ചസാര കുടിച്ചു വെച്ച് കഴിഞ്ഞാൽ പൗഡർ ആവുമ്പോഴാണ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കെട്ടി വെച്ചു. അതിലോട്ട് നമുക്ക് എന്തായാലും ചീഞ്ചട്ടി വെച്ചു, കത്തിക്കണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ എണ്ണനെ കുറിച്ച് പറയാൻ വിചാരിച്ചത് ഓർമ്മിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു. എണ്ണ തിളയ്ക്കാത്തതെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സംഭവം അത് നമുക്ക് എന്തായാലും ലാവിഷായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിലാട്ടിയത്. വീട്ടിൽ ആ എണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഫോർ ഹെൽത്ത്. നല്ല സ്വന്തം നല്ല കുളം പോലെ ഒഴിക്കുന്നുണ്ട് കുറെ. കാര്യം നമുക്ക് ഫ്രീ ഇതായിട്ട് കിട്ടുന്നത്, ലാവിഷായിട്ട് കിട്ടുന്നത്. ബാംഗ്ലൂർ ആണെങ്കിലും നാട്ടിൽ സാധനം കിട്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ചുകൂടെ നല്ല കറണ്ട് ഇതാ ഇതുപോലത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാര്യം സാധനം പുറത്തോട്ട് പോവില്ല. അപ്പൊ നമുക്ക് എണ്ണയ്ക്കകത്ത് മുക്കി വെച്ചാൽ മാത്രം മതി. കോരി എടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം നമ്മള് ഇതിന്റെ അകത്തോടെ പോവോ വിചാരിക്കും. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ എടുത്ത് നോക്കട്ടെ. താഴോട്ട് പോകുന്നു ശരി. അതാ പോയത് വേറെ ഉണ്ടാവുന്നത്. ഓക്കെ, ബാക്കിന് നമുക്കവിടെ വലിയൊരു അരിപ്പയുണ്ട്. ഈ അരിപ്പ എണ്ണയെ മുക്കി വല്ലതും കേടായി പോകുമെന്നാണ് ചേച്ചി നല്ല കേൾക്കാൻ. പ്ലാസ്റ്റിക് അരിപ്പയല്ലോ ഇത്. കുറച്ചിട്ടു, നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ഉള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാര്യം ഇതിന്റെ എഡ്ജ് കണ്ട, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ആ സാധനം ചെറുപ്പം താഴോട്ട് കൊടുക്കണം. ഒരു സ്പൂൺ എടുത്തിട്ട് അവില് പൊരി പോലെ അവില് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പൊരി പോലെയായി. ഇതാകുമ്പോൾ നമുക്ക് എണ്ണ ഇതെടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഇതിനകത്ത് അധികം തങ്ങി നിൽക്കത്തുമില്ല. പൊരി പോലെ ആയില്ലേ? ഇനി ഇതെടുക്കുക, ഇതിലോട്ട് ഇട്ടു. സെയിം പ്രോസസ് നമ്മളിപ്പം റിപ്പീറ്റ് ചെയ്യും. എടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇതായി കിട്ടുന്നുണ്ട്. കുറച്ച് പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് പണിയിട്ടി ചോദിച്ചു. നമ്മളപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ വിശക്കുടുവാ. പഞ്ചസാര അരക്കൊന്ന് തുണിച്ച് പോയി നക്കി. ഇനി കടലയോ? കടലയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ എണ്ണ ചൂടാവണേ നമ്മൾ എടുക്കണം.
ഗോൾഡൻ കളർ Bye guys. Video. ഫുഡ് കഴിക്കാനാകുമ്പോൾ വരുമോ? ഇല്ല. ഒരു 1 hour ഇങ്ങനെ പൊരിയെടുക്കാം. കരിപ്പൊരിയുള്ള പെട്ടെന്ന് തന്നെ ഇതാവും, ഫ്രൈ ആവും. ചെറുതായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പോ കുറച്ചു നേരത്തിന് മുന്നേ മധുരൈ മിച്ചർ കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചേട്ടൻ കുത്തിയിരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ നട്ടപ്പായിരിക്ക് പാസ്ത ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് എന്റെ ചേച്ചി. തിന്നാൻ മാത്രം വായി തുറക്കുന്നു, പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ വഴക്ക് പറയാനും അതിനുവേണ്ടി മാത്രം വായി തുറക്കുന്ന ഒരു പാവം സാധുവായിട്ടുള്ളൊരു മനുഷ്യ സ്ത്രീയാണ്. സംഭവം ഇതും കൂടെ നമ്മളിലോട്ട് ഒരു കടലയും കൂടെ ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തില്ല. അപ്പൊ മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇല്ലത്, ഉപ്പ് ഇട്ടിട്ടില്ല. കാര്യം ഇത് പഞ്ചസാര മധുരത്തിൻ്റെതായതുകൊണ്ട് നമ്മള് ഇതാ 1 സ്പൂൺ എടുത്തു, നല്ലോണം ഇട്ടു. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കാര്യം എൻ്റെ അടുത്തുള്ളത് ഒരു പഞ്ചാരക്കുട്ടിയാണ്, ആൾക്ക് നിറയെ പഞ്ചസാര വേണം. എന്നിട്ട് രണ്ടാമതൊരു സ്പൂണും കൂടെ ഇട്ടു. ഇത് മാത്രം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി, കൂടുതൽ ഇടണമെന്നില്ല. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തു. ഇവിടെ തിളച്ച എണ്ണയൊക്കെ ഉണ്ട്. ശരി, ഇതാ രണ്ടുപേർ കുറച്ച് തരാം. മധുരം എങ്ങനെയുണ്ട് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ പറയാം. സ്വച്ഛ മധുരം മതിയാ, കുറച്ചുകൂടെ വേണം? മധുരം കുറച്ചുകൂടെ ആവാം അല്ലേ? 2 പേരും പഞ്ചാരക്കുട്ടിയാണ്, 2 പേർക്ക് നല്ല മധുരം മതിയാണ്. ഇപ്പൊ നമ്മള് ഫുള്ള് സെറ്റായി ഒരു പ്രോപ്പർ കുടുംബശ്രീയായിട്ട് മാറാണ്. ചേച്ചി എന്തിനാണ് എത്ര എടുത്തുള്ള ചോദ്യങ്ങളാണ്. കുക്ക് ചെയ്ത് തന്നതും പോരാ, ചോദിച്ചതോ വലിയ അത്ര. നമുക്ക് ഇനി അങ്ങോട്ട് വെച്ചു പോയിട്ട് തിന്നാൻ നോക്കാം. എവിടെ വെച്ച് നോക്കൂ. ആകത്ത് നമ്മളിപ്പോ ഒരു സംഭവമാണ് മിസ് ചെയ്യുന്നത്. ചേട്ടനും ചേച്ചി മിസ് ചെയ്തില്ല, ചേച്ചിയും ചേട്ടനും. അപ്പൊ നമുക്ക് വീക്കെൻഡ് നമുക്ക് മിച്ചർ ഉണ്ടാക്കാം അല്ലെ? മിച്ചർ ഉണ്ടാക്കാം. അപ്പൊ ചേട്ടനും ചേച്ചി കൊടുക്കുന്നത് മിച്ചർ ഉണ്ടാക്കാം. കാര്യം ചേച്ചി ചേട്ടനും എങ്ങനെയുണ്ട് പറ? കൊള്ളാവോ? ഇവന്റെ മറ്റേ എക്സ്പ്രഷൻ വാവ് ഒക്കെ ഇട്. ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ്, ഈവനിങ് സ്നാക്സ് ആർക്കും വേണ്ടി ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വേണം പറഞ്ഞപ്പോ സച്ചും കൂടെ എന്നാ ഒന്ന് ഉത്സാഹിപ്പിച്ചപ്പം നമ്മളത് തുടങ്ങി ചെയ്തു. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ദെൻ ചേച്ചി ബ്രോ കിണിമണി ബെല്ലൈക്കനും അടിക്കുക.